ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ പത്രമാറ്റിലെ രണ്ട് ഈ ജ്വല്ലറികളും കൂടി തമ്മിലുള്ള ഒരു കൊടും യുദ്ധമാണ് വരാൻ പോകുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ നവ്യ അഭിനോട് പറയുകയാണ്, മൂർത്തീസ് ജ്വല്ലറി ഈ ഡീലിൽ പരാജയപ്പെട്ടാൽ ആദർശേട്ടനല്ല ഒന്നും സംഭവിക്കുന്നത്, മറിച്ച് അനിക്കാണ് സംഭവിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പൊ അഭി പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ അവനെ വിജയിക്കാൻ എന്താ പറയാ വിട്ടുകൊടുക്കത്തില്ല, ഞാൻ എങ്ങനെയും ആ ഡീല് സ്വന്തമാക്കിയിരിക്കും, എനിക്ക് അനിയോട് തീർത്താൽ തീരാത്തത്ര ശത്രുതയും പകയും ഉണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പുറത്ത് നമ്മുടെ ആദർശാണെങ്കിലും നയനയോട് പറയുന്നുണ്ട്, ഈ ഡീല് നമുക്ക് എന്തായാലും സ്വന്തമാക്കാൻ പറ്റും നയന. അതായത് അവരുടെ ഡിസൈനിലേലും ഭയങ്കരമായിട്ട് നല്ല ഡിസൈനാണ് നമ്മള് എന്താ പറയാ അതിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡീൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടുമെന്ന് നമ്മുടെ ആദർശേട്ടൻ പറയുകയാണ്. അപ്പുറത്ത് നമ്മുടെ നാഗേന്ദ്രൻ അഭിക്ക് വാക്ക് കൊടുക്കുകയാണ്, നിന്നെ പുറങ്കാല് കൊണ്ട് ചവിട്ടി തള്ളിയവന്റെ മുന്നില് നിനക്കൊരിക്കലും പുറംതിരിഞ്ഞു നിൽക്കേണ്ട അവസ്ഥ വരില്ല എന്നും പറഞ്ഞ് അഭിക്ക് ആ ഒരു ധൈര്യം കൊടുക്കുവാണേ. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ നവ്യ ഇങ്ങനെ പലതും പ്ലാൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഡീലിൽ അനിയെ ജയിക്കാൻ വേണ്ട സഹായമൊക്കെ താൻ ചെയ്യും, അതിനുവേണ്ടി താൻ ആദർശേട്ടന് വേണ്ട പിന്തുണയൊക്കെ കൊടുത്തിരിക്കും എന്നും പറഞ്ഞ് നമ്മുടെ നവ്യ ഭയങ്കരമായിട്ട് ധൈര്യത്തിന് നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി ഈ ഡീലെങ്ങാനും കൈവിട്ടു പോയാൽ അത് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് നവ്യക്ക് തന്നെയായിരിക്കും അല്ലേ. കാത്തിരിക്കാട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.